പേട്രിയറ്റ്, എ ഫിലിം ബൈ മഹേഷ് നാരായണൻ, സ്റ്റാറിങ് ദ ബിഗൻസ്, ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അങ്ങനെ കുറേ പേര്. ആൻഡ് പടം എങ്ങനെ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റവാക്കി പറയാനാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ആവറേജ് ഫോർ മീ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. നമുക്ക് പോസിറ്റീവ്സിലേക്ക് പോകാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി തന്നെയാണ്. ലൈക്ക് ഇറ്റ്സ് മാർവലസ്, അടിപൊളിയായിട്ട് എല്ലാം. ലൈക്ക് ടെക്നിക്കലി ആണ് എല്ലാം അടിപൊളിയായിരുന്നു. ലൈക്ക് PFX ആണെങ്കിലും ടീസറിനകത്തും ട്രെയിലറിനകത്തും കണ്ട ഫാസ്റ്റ് ഫാസ്റ്റിൻ്റെ ഒരു ജെറ്റ് സീക്വൻസ് ഉണ്ട്. അതെനിക്ക് ടീസറിനകത്തും ട്രെയിലറിനകത്തും കണ്ടപ്പോൾ എനിക്കൊരു ബോറാകുമെന്ന് തോന്നി. ബട്ട് ഇതിനകത്ത് ഫിലിമിൽ അടിപൊളിയായിരുന്നു, കിടിലനായിട്ട് ഇത് കണ്ടായിരുന്നു. ചില സിനിമയൊക്കകത്ത് ജെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഈ ജെറ്റ് ഓടിക്കുന്ന ഭയങ്കര കോമഡി ആയിട്ടായിരുന്നു. അങ്ങനെ കുറേ സിനിമകളൊന്നും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അങ്ങനെ ഉണ്ടായിരുന്നു. ടെക്നിക്കലി ഇറ്റ്സ് ടോപ്പ് നോച്ച്. ആൻഡ് ഡയറക്ഷൻ ഓൾസോ ലൈക്ക് ഒരു പരിധി വരെ നന്നായിട്ട് ഈ പടത്തിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് വാസ് വെരി നൈസ്. രണ്ടാമത്തെ പോസിറ്റീവ് പെർഫോമൻസസാണ്. ഇവർക്ക് ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല, ഇത് ഇവർക്കൊക്കെ കേക്ക് വർക്കാണ്. ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഇതൊക്കെ സിമ്പിളാണ്. അവർ ഈ റോള് എല്ലാവരും, ലൈക്ക് അവർ മാത്രമല്ല, കുഞ്ചാക്കോ ബോബനാണേലും ഫഹദ് ഫാസിലാണേലും ദർശന, രേവതി, നയൻതാര എല്ലാവരും നന്നായിട്ട് ചെയ്തായിരുന്നു. ഈവൻ ഒരു ചെറിയ റോളിന് വരുന്ന ആൾ പോലും നന്നായിട്ട് ചെയ്ത്, ലൈക്ക് അടിപൊളി ആൾക്കാരാണ് വന്നൊക്കെ കാസ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് അവർക്കൊക്കെ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു പേസ് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം എല്ലാ റോൾസും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചെറിയ റോളാണെങ്കിൽ പോലും അത് നമുക്കറിയാവുന്ന ഒരാളായിരിക്കും ചെയ്തിട്ടുള്ളത് അതിനകത്ത്. ആൻഡ് പിന്നെ ഗുപ്തൻ, രാജീവ് മേനൻ, ഗുപ്തൻ, നമ്മുടെ ഹരികൃഷ്ണൻസിൽ പുള്ളിക്കാരനും നന്നായിട്ട് ചെയ്തായിരുന്നു. ആൻഡ് പുള്ളിക്കാരനെ നമ്മൾ അങ്ങനെ ഹരികൃഷ്ണൻസ് കണ്ടുപിന്നെ ഇതിനകത്ത് കാണുന്നേ തോന്നുന്നു. ആൻഡ് ഹി ഓൾസോ പ്ലേഡ് വെരി നൈസ്. പിന്നെ ലാലേട്ടനായിരുന്നു സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയത്. ഹി വാസ് എ സേവിയർ. ലൈക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒരു ഭയങ്കര ലോ ആയിട്ട് പോയ സമയത്ത് ലാലേട്ടൻ വന്നപ്പോഴത്തേക്ക് പടം ഒരു ലെവലായി, ഒരു കിടലൻ ഹൈ ആയിരുന്നു. ആൻഡ് അവർ ലാലേട്ടനും മമ്മൂക്ക ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ തന്നെ അതൊരു വേറെ ലെവൽ ഫീലാണ്. അത് ഭയങ്കര ഫീലാണ്. അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സുഷിൻ ഷാൻ്റെ മ്യൂസിക് തന്നെയാണ്. പുള്ളിക്കാരൻ ഇത് അപ്ലിഫ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു പരിധി വരെ പുള്ളിക്കാരൻ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിലിമിനെ. ആൻഡ് ഹി ഡിഡ് ഹിസ് വർക്ക് വെൽ. നമുക്കിനി നൈറ്റീസിലേക്ക് പോകാം. നൈറ്റീസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ നെഗറ്റീവ്, ഇതൊരു പക്ക ഒരു കോണ്ടൻറ് ഡ്രിവൻ ഫിലിമാണ്. ഒരു ഹൈ ഇല്ലായിരുന്നു, ഒരു ഹൈ പോർഷൻസ് വളരെ കുറവായിരുന്നു. അത് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവരുമ്പോൾ ഇവരെ അങ്ങ് മാസാക്കണമല്ല, എന്നാലും കുറച്ച് ഹൈ കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവർ പറയുന്നതാണ് സെക്കൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനെ തന്നെ പറച്ചില്ലേ ഉള്ളൂ. ഒരു ഫഹദ് ഫാസിലൊക്കെ അവർ വീണ്ടും ഒന്നിച്ചാൽ ബ്ലാസ്റ്റാണ്, ഇവർ ഒരുമിച്ച് കൺട്രോൾ ചെയ്താണ് ഈ രാജ്യം ഒരു നാളെന്നൊക്കെ പറഞ്ഞ് ഈ നമ്മൾ ടീച്ചറിനകത്ത് പറഞ്ഞ ഡയലോഗ്സ് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ലൈക്ക് ഇതാണ് ഞാൻ കഴിഞ്ഞ വള്ളിച്ചട്ടമ്പിക്ക് എത്തുമ്പോൾ പറഞ്ഞത്, ഇത് ഭയങ്കര പറച്ചിലേ ഉള്ളൂ, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ഇമോഷണൽ കണക്ഷനോ ഒരു ഇമ്പാക്റ്റും ഇല്ല. ലൈക്ക് എല്ലാം പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ അതൊന്ന് പ്ലേസ് ചെയ്ത് ഇപ്പം വിക്രത്തിനകത്തൊക്കെ പോഷൻ പോലെയാണ് സെക്കൻഡ് ഹാഫിൽ ഒരു മോണോലോഗ് ഫഹദ് ഫാസിൽ പറയുമ്പോൾ തോന്നുന്നു. പക്ഷേ ആ സാധനം വരുമ്പോൾ പോലും ഒരു ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു, വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. എന്താണ് അവർ ചെയ്തതെന്ന് ഒന്ന് കാണിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്ലിംസസ്, എന്തെങ്കിലും ഒരു പവർന്ന് കാണിക്കായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി. അടുത്ത നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് വാസ് വെരി വീക്ക്. ഭയങ്കര വീക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും ഒരു ഫീലും ഇല്ലാതെ അങ്ങ് തീർന്നു പോയിട്ടുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റും എല്ലാവർക്കും ഒരു വയ്യായ്മയും പറ്റുന്നില്ല, ഒരു ഫീൽ കിട്ടുന്നില്ലായിരുന്നു. ആൻഡ് ക്ലൈമാക്സ് വാസ് വെരി ആവറേജ്, ബിലോ ആവറേജ്. ക്ലൈമാക്സ് എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. വർക്ക് എന്നല്ല, ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. ആൻഡ് ഡ്യൂറേഷൻ കുറേ, ലൈക്ക് ഒരു 3 മണിക്കൂറുണ്ട്. പക്ഷേ കഥ എങ്ങനെയാണ്, അത് അതിനത്രയും ഡ്യൂറേഷൻ വേണം. എന്നാലും അത് കുറച്ച് കൂടി പോയി എന്ന് തോന്നി. ചില സീൻസൊക്കെ ഭയങ്കര ഡിപ്പായിരുന്നു. സെക്കൻഡ് ഹാഫ് അതാ പറഞ്ഞു, ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊരു വൈബായിരുന്നു. പിന്നെ എന്നതാ, നിങ്ങൾ കണ്ടവരാണെങ്കിൽ താരെ കമൻറ്റ് പറയുക. എനിവേ ഇറ്റ്സ് എ ആവറേജ് വാച്ച്, ബട്ട് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ലൈക്ക് തിയേറ്ററിൽ തന്നെ കാണുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. OTT കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.